ചെന്നൈ IIT മദ്രാസിലെ തരമണി ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിച്ച റൂമിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് ഞാൻ തരമണി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത്. 2ാമത്തെ നിലയിലായിരുന്നു റൂം കിട്ടിയത്. എൻ്റെ പെട്ടിയും ബാഗും ഒക്കെ നേരത്തെ റൂമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു, റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഒരു നടുമുറ്റമാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ കെട്ടിടം ഒരു 4 കെട്ടിൻ്റെ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂം ഒന്ന് തുറന്ന് നോക്കാം. വൈഫൈ കാർഡ് വെച്ചാണ് റൂം തുറക്കുന്നത്. നല്ല വൃത്തിയുള്ള റൂം, മേശ, കസേര, 2 കട്ടിലൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വാഷ്റൂമാണ്. ഒരു വലിയ മിററും ടിവിയും എല്ലാം ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഒന്ന് തെളിച്ചു. ഓൾറെഡി നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഒരു സെറ്റ് ഓഫ് വിൻഡോസ് ഉണ്ട്, ഫാന്, AC എല്ലാം ഉണ്ട്. ഇനി കയറി വന്നപ്പോൾ തന്നെ ഒരു കോംപ്ലിമെൻ്ററി കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കുപ്പി വെള്ളം, പിന്നെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഇതൊക്കെ ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ഒരു സോപ്പുണ്ട്, പിന്നെ ഷാംപൂ, പേസ്റ്റ്, ബ്രഷ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് വാഷ്റൂം നോക്കാം. വിശാലമായൊരു വാഷ്റൂമാണ്, വലിയ മിററും വാഷ് ബേസിനും ഒക്കെ ഉണ്ട്. കൂടാതെ അവിടെ ഒരു കുഞ്ഞു ടേബിളിൽ വാട്ടർ ജഗ്, വാട്ടർ ഹീറ്റർ, ചായപ്പൊടി, പാൽപ്പൊടി, ഇളക്കാനുള്ള സ്റ്റിക്ക്, ഒരു മഗ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു മരത്തിൻ്റെ കബേർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇതിനകത്താണെങ്കിൽ ഒന്നുമില്ല, പിന്നെ ഹാങ്ങേഴ്സ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഒന്ന് റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിറയെ മേശകളും കസേരകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുഡിൻ്റെ ഏരിയയാണ്. ഫുഡൊന്നും അപ്പോൾ റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്നു. ചുറ്റോട് ചുറ്റും ചില്ലിൻ്റെ ജനാലകളാണ് അവിടെ ഉള്ളത്, ഫുൾ ലെങ്ത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ആ കാണുന്നത് കൈ കഴുകാനുള്ള സ്പേസാണ്. അവിടെ നിന്ന് നമുക്ക് നേരെ പുറത്തേക്കും പോകാൻ പറ്റും. അതായത് കയറി വരുന്ന ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് റിസപ്ഷനാണ്. ഇതൊരു ക്ലോസ്ഡ് ഏരിയയാണ്. 3 ഡോറുകൾ 3 സൈഡ്സിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഇതിന് മുറ്റമൊക്കെ കാണാം. അപ്പോൾ ഈ കയറി വരുന്ന ഏരിയയിൽ തന്നെ 2 ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ബെഞ്ചസാണ് ഇതൊക്കെ. ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബെഞ്ചസാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ കറങ്ങി നടന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, പരിപ്പുവട, ടൊമാറ്റോ ചട്നി, കോക്കനട്ട് ചട്നി, സാമ്പാർ, കൂടാതെ കോൺഫ്ലേക്സും ജാമും ഞാൻ എടുത്തു, കട്ടൻ കാപ്പിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ലഞ്ച് ടൈം ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡിന്നറിൻ്റെ വീഡിയോ ഇതാണ്. പൊറോട്ട ഉണ്ട്, പിന്നെ മിക്സ്ഡ് വെജ് ഉപ്മാവുണ്ട്, കോളിഫ്ലവർ കറി, ചട്നി, പിന്നെ ഒരു ബോണ്ട, പിന്നെ കൂടാതെ ഒരു പഴവും കൂടി ഉണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു, ബൈ.